കഴിഞ്ഞ തവണ നിങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ വേങ്ങരയിൽ ഇത്തവണ സ്ഥാനാർത്ഥിയുണ്ടോ? വേങ്ങരയിൽ ഉണ്ടോ? 140 മണ്ഡലങ്ങളുടെയും വേണം ഇട്ടുതരാം. വേങ്ങര ഇല്ലാന്ന് തോന്നുന്നു. വേങ്ങരയിൽ എന്തേ ഇല്ലാത്തത്? അത് പല രാഷ്ട്രീയ കാരണമുണ്ടോ? ഞാൻ പറഞ്ഞു, വേങ്ങരയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് KP സബാഹിന് പിന്തുണയുമായി SDPIയും രംഗത്തെത്തിയിട്ടുണ്ട്. സബാഹ് എന്ന സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിക്കൊണ്ട് പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തടി തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പാർട്ടി തീവ്രവാദി സംഘടനകളാണ്. അവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് അവൻ ജയിച്ചത്, അവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഇവൻ ജയിച്ചത് എന്നൊക്കെ പിണറായി വിജയനും അന്തംഗമ്മ അടിമകളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് കേരളത്തിലെ UDF വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളെ വെച്ച് മത്സരിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതിലൊന്ന് മഞ്ചേശ്വരമാണ്. ഇപ്പോൾ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടുണ്ട്. SDPIക്കാർ തമ്മിൽ തന്നെ ഉണ്ടായ അടി, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഫലമായിരുന്നു മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, മലപ്പുറം ജില്ലയിലെ വേങ്ങര, കുഞ്ഞാലിക്കുട്ടി സാഹിബ് മത്സരിച്ച വേങ്ങര, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്രാവശ്യം മത്സരിക്കുന്നത് മലപ്പുറത്താണ്. വേങ്ങരയിൽ KM ഷാജിയാണ് സ്ഥാനാർത്ഥി, ലീഗിൻ്റെ സ്ഥാനാർത്ഥി. ആ വേങ്ങരയിൽ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, സബാഹ്. ഈ സബാഹ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ്. എവിടെ? ഇതേ വേങ്ങരയിൽ. അന്ന് 11,000-ഓളം വോട്ടുകൾ വേങ്ങരയിൽ നിന്ന് ഈ സബാഹിന് നേടിയെടുക്കാനും കഴിഞ്ഞു. ഇന്ന് പക്ഷേ ആ SDPIയുടെ സ്ഥാനാർത്ഥി 21 SDPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സബാഹ് ഇന്ന് CPMൻ്റെ സ്ഥാനാർത്ഥിയാണ്. CPMൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് മാത്രമല്ല, സബാഹ് വേങ്ങരയിൽ സ്ഥാനാർത്ഥിയായപ്പോൾ SDPI പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. മാത്രവുമല്ല, കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ പരസ്യമായിട്ട് SDPI LDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടവും നമ്മൾ കണ്ടു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, ആ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയവരുടെ വെവ്വേറെ ആഹ്ലാദ പ്രകടനങ്ങളാണ് കേട്ടോ. കൂട്ടത്തിൽ SDPIയും ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. BJPയെ പരാജയപ്പെടുത്തിയതിൻ്റെ ആഹ്ലാദ പ്രകടനം. അന്ന് ഈ CPM കേന്ദ്രങ്ങൾ പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള സുരേഷ് ബാബുവിനെ പോലെ AK ബാലനെ പോലെയുള്ള പൊളിറ്റിക്കൽ പിമ്പുകൾ അന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറിയത് SDPIയുടെ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് വാങ്ങിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ CPMകാരോടോ അന്തംഗമ്മി അടിമകളോടോ BJPയോടോ ഒന്നുമല്ല എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം തീർത്തും SDPIയോടാണ്. ഒരൊറ്റ ചോദ്യം, നിങ്ങളുടെ ഒരു ഗതികേടേ, വല്ലാത്തൊരു ഗതികേടാ. വോട്ട് ചെയ്യുകയും വേണം, LDFൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുകയും വേണം. പക്ഷേ തെരഞ്ഞെടുപ്പും പോളിങ്ങും കൗണ്ടിങ്ങും വിജയങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും തീവ്രവാദികളാകും, നിങ്ങൾ വീണ്ടും രാജ്യദ്രോഹരാവും, നിങ്ങൾ വീണ്ടും രാജ്യവിരുദ്ധരാവും. നിങ്ങളുടെ ഒരു ഗതികേട് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഷ്ടപ്പെട്ട് പ്രചരണം നടത്തി സ്വന്തം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പോലും LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിൻവലിച്ച് ഒക്കെ ചെയ്ത് വോട്ടും കുത്തിക്കൊടുക്കും. ഈ വോട്ട് വാങ്ങി വിജയിച്ചിട്ട് ആ വോട്ട് കിട്ടിയ അവന്മാർ ഇവരെ വീണ്ടും എന്താക്കും? വർഗീയവാദികളാക്കും, രാജ്യവിരുദ്ധരാക്കും, ദേശദ്രോഹികളാക്കും. അങ്ങനെ പലതും ചാപ്പ കുത്തിക്കൊടുക്കും ഇവരുടെ പുറകിൽ. അതാണ് ഞാൻ പറഞ്ഞത്, വല്ലാത്തൊരു ഗതികേടാണ് ഈ SDPIക്കാരുടേത് എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
എന്നിട്ടും അവര് LDFിനാണ് പിന്തുണച്ചോട്ടെ കേട്ടോ, നമുക്ക് ആരെ വേണമെങ്കിലും ഇവർ പിന്തുണച്ചോട്ടെ അല്ലേ, അത്തരക്കാർ ആരെ വേണമെങ്കിലും പിന്തുണച്ചോട്ടെ. അവസാനം എന്ത് കിട്ടും? അന്തിയോളം പണിയെടുത്തിട്ടും തൊഴിയാണ് ബാക്കി ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ LDFിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത് അവസാനം എന്ത് ബാക്കി? ചവിട്ടും കുത്തും തന്നെ. രാത്രിയായി കഴിഞ്ഞാൽ, സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ചവിട്ടും കുത്തുമാണ് ബാക്കിയായിട്ടുള്ളത്. അല്ലെങ്കിലും ഞാനിങ്ങനെ ആലോചിക്കുക, ഈ SDPI എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം തന്നെ ഉടലെടുക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയോടുള്ള ഒരു വല്ലാത്ത വെറുപ്പ്, അല്ലെങ്കിൽ അവരോടുള്ള ഒരു വിദ്വേഷം. ആ ഒരു വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പുറത്താണ് ഈ SDPI എന്ന് പറയുന്ന പാർട്ടി തന്നെ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഉണ്ടായി പല രീതിയിൽ പല ഘട്ടങ്ങളിൽ ഇവർ വേട്ടയാടപ്പെട്ടു, ഇവർ രാജ്യദ്രോഹികളാണെന്ന് മുദ്ര കുത്തപ്പെട്ടു, ചാപ്പ കുത്തപ്പെട്ടു, ദേശവിരുദ്ധരാക്കി, തീവ്രവാദികളാക്കി, അങ്ങനെ പലതും ഇവർക്ക് ഏൽക്കേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നടന്ന ഏറ്റവും ഒടുവിലത്തെ ഉപതെരഞ്ഞെടുപ്പ് എവിടെയാ? അത് പാലക്കാട് അല്ല, അതിനുശേഷം നിലമ്പൂരിലുണ്ടായിരുന്നു. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇവർ വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തി. ഉടനടി എന്താ പറയുന്നത്? തീവ്രവാദികളാണ്, തീവ്രവാദികളുടെ വോട്ട് കാരണമാണ് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചത്. എനിക്കിവർ തീവ്രവാദികളാണെന്നോ രാജ്യദ്രോഹരാണെന്നോ വലിയ ദേശവിരുദ്ധരാണെന്നോ ഉള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. അതൊരു മറ്റൊരു വിഷയമാണ്. അതിനെക്കുറിച്ചാണെങ്കിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ എനിക്കിവരെ കാണുമ്പോൾ വലിയ സങ്കടം തോന്നുക, വലിയ ദുഃഖം തോന്നുകയാണ്. കാരണം ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് മറ്റുള്ളവന് വേണ്ടി പണിയെടുത്തിട്ടും വിജയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താവും? എടുക്കാച്ചരക്കാകും, ഒന്നിനും പറ്റാത്തവരാകും, രാജ്യദ്രോഹികളാകും, ദേശവിരുദ്ധരാകും, ഒക്കെ ആകും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇവരുടെ ഒരു ഗതികേടെന്ന് പറയാനുള്ള കാരണം അതാ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഇവരുടെ വലിയ പോരാട്ടം ആർക്കെതിരെയാ? സംഘ് പരിവാറിനെതിരെയാ. സംഘ് പരിവാറിനെതിരെയാ പോരാട്ടം. എന്നാലോ സംഘ് പരിവാറിനെ നേരിടുകയാണോ ചെയ്യുന്നത്? അല്ല. ചിലയിടങ്ങളിലൊക്കെ വലിയ സംഘ് പരിവാറുമായിട്ട് ചില ഡീലുകൾ അടക്കം ഉണ്ടാക്കിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? അപ്പോൾ ലക്ഷ്യങ്ങൾ എവിടെയൊക്കെയോ ഇവർക്ക് പൊളിഞ്ഞു പോയി എന്നുള്ളതാണ്. ഇവരുടെ എത്ര നേതാക്കന്മാരെയാണ് ഈ സംഘ് പരിവാർ വേട്ടയാടിയത്? ഇവരെ എത്ര തവണയാണ് സഖാക്കൾ, CPM, പിണറായി വിജയൻ, AK ബാലൻ, വിജയരാഘവൻ തുടങ്ങിയ ആളുകൾ ഈ പറയുന്ന SDPIയുടെ പ്രവർത്തകരെ എത്ര തവണയാണ് തീവ്രവാദികളാക്കിയത്? എത്ര തവണയാണ് രാജ്യദ്രോഹികളാക്കിയത്, ദേശവിരുദ്ധരാക്കിയത്? ഒക്കെ എത്ര സംഭവ വികാസങ്ങളാണ്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഈ സംഘ് പരിവാറുകാർ തിന്നുന്നത് ചാണകാണ്, അന്തംകമ്മി അടിമകൾ തിന്നുന്നതോ അത് പിണറായി വിജയൻ്റെ തീട്ടമാണ്. ഇനി ഈ SDPIക്കാർ അരിയാഹാരമല്ലേ കഴിക്കുന്നത് എന്നുള്ള ഒരു തോട്ടെൻ്റെ മെൻ്റലിലേക്ക് വരിക അല്ലേ? സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ പറയും, ഒരു മനുഷ്യനെ ഒരു മാളത്തിൽ നിന്ന് ഒന്നിലേറെ തവണ പാമ്പ് കടിക്കൂല. ഒരു വട്ടം കടി കിട്ടിയാൽ പിന്നെ അവൻ ആ മാളത്തിൽ പോയി കൈയിടുന്നതിന് മുമ്പ് വേണ്ട പ്രിക്വേഷനുകൾ എടുക്കും അല്ലേ? അപ്പോൾ നിരന്തരമായിട്ട് തീവ്രവാദികളാണ്, ദേശവിരുദ്ധരാണ്, രാജ്യദ്രോഹികളാണ് എന്നൊക്കെ വിളിക്കുന്ന അന്തംകമ്മി അടിമകൾ, AK ബാലനെ പോലെ, വിജയരാഘവനെ പോലെ, പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ, ഗോവിന്ദനെ പോലെയുള്ള ആളുകൾ കിട്ടിയ അവസരത്തിലൊക്കെ ഈ SDPIക്കാരെ ദേശവിരുദ്ധരാക്കുകയാണ്, രാജ്യദ്രോഹികളാക്കുകയാണ്. അങ്ങനത്തെ ഒരു കൂട്ടരോടൊപ്പം പോയി ചേരുന്നതിന് ഇവർക്ക് യാതൊരുവിധ ഉളുപ്പുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അല്ലേ? സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മളെ അങ്ങനെ മോശമായിട്ട്, അതും ദേശവിരുദ്ധന്, രാജ്യദ്രോഹി, തീവ്രവാദി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുമ്പോൾ ആ ഒരു വിങ്ങലുള്ളിൽ കിടക്കൂലേ? അത് വല്ലാതെ മനസ്സിനെ മുറിവേൽപ്പിക്കൂലേ? ഇതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചിട്ടും എത്രയും കിട്ടിയിട്ടും പാഠം പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ വേങ്ങരയിൽ അവർ നോക്കി നോക്കുമ്പോൾ
അവരുടെ 2021 സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ കേരളത്തിലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ എല്ലാവിധ പിന്തുണയും പിണറായി വിജയനാണ്. അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞപ്പോഴാണ് വേങ്ങരയിൽ സബാഹിനെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ വേങ്ങരയിലെ സിറ്റുവേഷൻ എന്താ? വേങ്ങരയിൽ 2021 SDPIയുടെ സ്ഥാനാർത്ഥിയാണ് വേങ്ങരയിൽ ഈ പറയുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ഇപ്രാവശ്യം മത്സരിക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ നമുക്ക് വേറൊരു സ്ഥാനാർത്ഥി വേണ്ട, നമ്മുടെ ആൾ തന്നെയാണ് വേങ്ങരയിൽ മത്സരിക്കുന്നത്. ഉടനടി സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. പിന്തുണ ഓൾറെഡി LDFിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഉണ്ടായിരുന്ന അസ്തിത്വത്തെ പോലും പണയപ്പെടുത്തിയിട്ട് ഇവരുടെ ഈ ഏറാമൂലികളായി കാല് നക്കികളായി മാറിയിട്ട് SDPIക്കാരാ നിനക്കെന്താണ് ലഭിക്കാൻ പോകുന്നത്? അവസാനം നീ വീണ്ടും തീവ്രവാദിയാകും, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നീ രാജ്യദ്രോഹിയാകും, നീ ദേശവിരുദ്ധനാകും, അങ്ങനെ പലതരത്തിലുള്ള ചാപ്പകുത്തലുകൾക്ക് നീ വിധേയനാകും. ഇതാണോ ഇതിനു വേണ്ടിയാണോ നീ പണിയെടുക്കുന്നത്? ഇതിനു വേണ്ടിയാണോ നീ അധ്വാനിക്കുന്നത്? മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, ഇവരുടെ പ്രതിനിധി പറയാ 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടിക വേണമെങ്കിൽ തരാം. വേങ്ങരയിൽ ആരാ നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ഇവർ തിരുത്തണമെന്നോ അല്ലെങ്കിൽ ഇവർ UDFനെ പിന്തുണക്കണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു അഭിപ്രായക്കാരനുമല്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിരന്തരമായിട്ട് ഇവരെ കടന്നാക്രമിക്കുകയും തീവ്രവാദിയാക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂടെ കൂട്ടുകൂടാനുള്ള ഇവർക്കൊരു റീസൺ ഉണ്ടാകുമല്ലോ, ഒരു ന്യായമുണ്ടാകുമല്ലോ. ആ ന്യായം, ആ റീസൺ അതെന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല, നിങ്ങൾ ഈ പറയുന്ന LDFിൻ്റെ B ടീമായിട്ട് ലീഗിനോടുള്ള ഒരു അന്ധമായ വിരോധം കാരണം ഇറങ്ങി പുറപ്പെട്ടതാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ ഗതികേട് പെറ്റ തള്ള പോലും സഹിക്കൂല മക്കളെ. പെറ്റ തള്ള പോലും സഹിക്കൂല. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ LDFിന് പിന്തുണയാ കേരളത്തിൽ ഉടനീളം ആയിക്കോട്ടെ. എന്നാൽ തലശ്ശേരിയിലെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, CPMൻ്റെ സ്ഥാനാർത്ഥി കാരായി രാജന. ആരാ കാരായി രാജൻ? നിങ്ങളുടെ പാർട്ടി പ്രവർത്തകനായ, നിങ്ങളുടെ സഹോദരനായിരുന്ന ഫസലിനെ നിഷ്കരുണം വധിച്ചു കളഞ്ഞ കേസിലെ 1-ാം പ്രതി. ആര്? കാരായി രാജൻ. ആ കാരായി രാജൻ ഇപ്രാവശ്യം തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കുക. അവിടെ നിങ്ങൾ ആരെയാണ് പിന്തുണക്കുന്നത്? ഇനി ഞാൻ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, അവിടെ ഇനി നിങ്ങൾ മറ്റൊരാൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടെന്ന് വെക്കുക. കാരായി രാജൻ ഫസലിനെ കൊല്ലാൻ പദ്ധതിയിട്ടതും ആ ക്രൂരമായ കൊലപാതകം നടത്തിയതും ഈ CPM എന്ന് പറയുന്ന പാർട്ടി അറിയാതെയാണോ? ആണോ? അല്ലല്ലോ. ഇനി ഫസലിനെ കൊന്നു കഴിഞ്ഞിട്ട് ചെയ്തതോ? ആ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ വേണ്ടി, വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ പാർട്ടി അറിയാതെയാണോ? അത്തരത്തിലൊരു കൊലയാളി കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന് കോടതി വിധിച്ച അങ്ങനെയുള്ള ഒരു കൊലയാളി, ആ കൊലയാളിയെ ഈ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുക വഴി, CPM സ്ഥാനാർത്ഥിയാക്കുക വഴി അവർ ഈ രാജ്യത്തെ ജുഡീഷ്യറിയെയും ഇവിടുത്തെ നിയമവ്യവസ്ഥയെയും ഇവിടുത്തെ ജനങ്ങളെയും വെല്ലുവിളിക്കുകയല്ലേ ചെയ്യുന്നത്. കൂട്ടത്തിൽ അവർ നിങ്ങളെ കൂടിയല്ലേ വെല്ലുവിളിക്കുന്നത് SDPIക്കാരാ. ആ പാർട്ടിക്ക് പിന്തുണ നൽകാൻ നിങ്ങളുടെ മനസാക്ഷിക്ക് എങ്ങനെ സാധിക്കുന്നതോ? എങ്ങനെയാ സാധിക്കുന്നത്? അപ്പോൾ നിങ്ങളിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ? അതോ ചിന്തിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ? അതോ നിങ്ങൾ തിന്നുന്നതും ഈ രാജാവിൻ്റെ തീട്ടം തന്നെയാണോ?